ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ബോക്സിൽ ഇട്ട് വരാൻ മറക്കരുത്. ഇട്ട് തന്നാൽ ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആധാരേ പ്രഥമേ സഹസ്രകരണം താരാധിപം സ്വാശ്രേ. 2025 ജൂൺ മാസത്തിലെ അനിഴത്തിന്റെ 1, 2, 3, 4 പാദങ്ങളും കേട്ടയുടെ 1, 2, 3, 4 പാദങ്ങളും നമ്മളിവിടെ വിചിന്തനം ചെയ്യുന്നത്. ഔദ്യോഗികമായി സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കും. പിതാവിന് അസുഖം വർദ്ധിക്കാൻ ഇടവരും. ആത്മവിശ്വാസം വർദ്ധിക്കും. ഇവർ വാചാലമായി സംസാരിക്കുന്നവരാണ്. ബന്ധു സ്വഭാവം പ്രത്യേകം കാണിക്കും. ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകും. മുഖസ്തുതിയിൽ ഇവരെ വീഴിക്കാൻ പ്രയാസമാണ്. കമ്മ്യൂണിക്കേഷൻ, ഷെയർ മാർക്കറ്റ്, അധ്യാപക ജോലി, കലാപ്രവർത്തകർ ഇവർക്കെല്ലാം വളരെ നല്ല സമയവും പല ഗുണങ്ങളും ഉണ്ടാകും. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും. കഷ്ടപ്പാടും പ്രയാസവും തൊഴിലിനെ ബാധിക്കാൻ ഇടയുണ്ട്. ശുക്രൻ 5ലും 11ലും നിൽക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും. സർവാവിഷ്ടാകമോ ജ്യേഷ്ഠഭ്രാത ജാതാ ആത്മജ വാമകർമ്മോ രക്തലാഭച്ച ചിന്ത ഏകാദശ 11 ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. 11 നിൽക്കുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ധനം തിരികെ കിട്ടും. സൂര്യന്റെയും ബുധന്റെയും യോഗം വളരെ നല്ലതാണ്. സങ്കീർണതകൾ കൊണ്ട് ഓരോ കാര്യങ്ങളും ഘടിപ്പിച്ചിരിക്കും. വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് വളരെ ഗുണം ചെയ്യും. ബുധൻ ജൂൺ 22 മുതൽ കർക്കിടകത്തിൽ വരുമ്പോൾ ചന്ദ്രന്റെ ശത്രുവായി പരിഗണിക്കും. പഠന സംബന്ധമായി രക്ഷകർത്താക്കൾ നിർബന്ധമായും പഠിപ്പിക്കും. സാമ്പത്തിക ലാഭം ഉണ്ടാകും. 3 ചൊവ്വായും കേതുവും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണപ്രദം ചെയ്യുന്നതായിരിക്കും. കേതുവിന്റെയും ശുക്രന്റെയും അപകാരകാലം ഉള്ള സമയങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ ഇതിനൊക്കെ മാറ്റം കിട്ടുന്നതായിരിക്കും. ബുധൻ അനിഷ്ടഭാവത്തിലുള്ളവർ സർപ്പസങ്കേതത്തിൽ വഴിപാടുകൾ നടത്തുകയും ധർമ്മദൈവ സ്ഥാനങ്ങൾ യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. രാഹു ദോഷത്തെ ശമിപ്പിക്കും. എൻ്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്ക് ആണ് ഇവിടെ താമസിക്കുന്നത്. ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങളും വിവാഹമോ മുഹൂർത്തമോ പൊരുത്തമോ മറ്റ് കുടുംബ വിഷയങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസമോ മംഗല്യ തടസ്സമോ ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഒന്നെങ്കിൽ നേരിൽ വരികയോ താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഫോൺ നമ്പർ 99
47 54 21 79.